രാജ്യത്തെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ആർ നല്ലകണ്ണ് അന്തരിച്ചു. അദ്ദേഹത്തിന് 101 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. CPI തമിഴ്നാട് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം തമിഴ് രാഷ്ട്രീയത്തിലെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായിരുന്നു. 1925 ഡിസംബർ 26 തൂത്തുക്കുടിയിലെ ശ്രീവൈകുണ്ഠത്താണ് നല്ലകണ്ണ് ജനിക്കുന്നത്. സ്കൂൾ പഠനകാലത്ത് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ പൊതുരംഗത്ത് വന്നു. അദ്ദേഹം സാധാരണക്കാരുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി നടത്തിയ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ദശാബ്ദങ്ങൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ അഴിമതി തൊട്ടു തീണ്ടാത്ത വ്യക്തിത്വം എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബഹുമാനം പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 1992 മുതൽ 2007 വരെ തുടർച്ചയായി 13 വർഷം CPI തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിർണായകമായ പല തീരുമാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടിരുന്നു. പൊതുരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2022 തമിഴ്നാട് സർക്കാർ അദ്ദേഹത്തിന് തകൈസാൽ തമിഴർ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. അന്ന് ലഭിച്ച സമ്മാനത്തുകയോടൊപ്പം കയ്യിലുള്ള 5000 രൂപ കൂടെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തോടെ അന്ത്യം കുറിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നീതിബോധം എന്നറിയപ്പെട്ടിരുന്ന RNK സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും സാധാരണക്കാരുടെ അവകാശങ്ങൾക്കുമായി ജീവിതം ഉഴിഞ്ഞുവെച്ചൊരു നേതാവായിരുന്നു. നെല്ലായി ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായി പോലീസിൻ്റെ ക്രൂര മർദ്ദനങ്ങൾക്കിരയായിട്ടും തളരാത്ത പോരാളിയായിരുന്നു അദ്ദേഹം. വാർദ്ധക്യത്തിനും സമരവീര്യം കൈവിടാത്ത അദ്ദേഹം തൻ്റെ 85-ാം വയസ്സിലാണ് താമ്രഭരണി നദിയിലെ മണൽക്കൊള്ള തടയാൻ കോടതിയിൽ പോരാടിയത്. സ്വന്തമായിട്ടുള്ളതെല്ലാം പാർട്ടിക്ക് നൽകി പ്രതിമാസ അലവൻസ് മാത്രം ഉപയോഗിച്ച് ലളിത ജീവിതം നയിച്ച നല്ലകണ്ണ് യൗവനകാലത്തിൻ്റെ ഭൂരിഭാഗവും ജയിലിലും ഒളിവിലുമാണ് ചെലവിട്ടത്. ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകൾക്കെതിരെ അദ്ദേഹം എക്കാലവും ഉച്ചത്തിൽ ശബ്ദമുയർത്തിയിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന നല്ലകണ്ണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടിയിൽ ചേർന്നു. പാർട്ടി നിരോധിച്ചപ്പോൾ അദ്ദേഹം ഒളിവിൽ പോയി. 1947 അദ്ദേഹത്തെ പോലീസ് പിടികൂടി. പോലീസ് നല്ലകണ്ണിനെ തലകീഴായി തൂക്കിയിട്ട് തല്ലിയിട്ടും കൂടെയുള്ള സഖാക്കളുടെ പേര് അദ്ദേഹം പറഞ്ഞില്ല. അന്ന് വലിയ മീശ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കൊമ്പൻ മീശയിലെ ഓരോ രോമവും പോലീസ് അന്ന് കൈകൊണ്ട് പറിച്ചെടുത്തു. എന്നിട്ടും ഒരു വാക്ക് പോലും നല്ലകണ്ണ് പറഞ്ഞില്ല. അന്നു മുതൽ തമിഴ്നാട്ടിൽ സാധാരണക്കാരൻ ചൂഷണത്തിൽ നിന്ന് മുക്തമാകും വരെ താനിനി മീശ വെക്കില്ലെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. പിന്നീട് അദ്ദേഹം മീശ വെച്ചിട്ടുമില്ല. തമിഴ്നാട്ടിലല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര സീറ്റുണ്ടെന്ന് പരിഹാസത്തോടെ ചോദിക്കുന്നവരാണ് കൂടുതൽ പേരും. തമിഴ്നാട്ടിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും അനീതിക്കെതിരെ വേറെ ഏതെങ്കിലും പാർട്ടി എന്തെങ്കിലും പോരാട്ടം നടത്തിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. സീറ്റുകളുടെ എണ്ണം മനസ്സിൽ കണക്കുകൂട്ടിയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാട്ടങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സഖാവ് VS അച്യുതാനന്ദനെ പോലീസ് തല്ലിച്ചതച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇടിച്ച് പിഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ താഴെ വീഴും വരെ പോലീസ് തല്ലിയിട്ടുണ്ട്. പിണറായി നിയമസഭയിൽ ആ ചോരപുരണ്ട ഷർട്ടുമായി എത്തിയിട്ടുമുണ്ട്. മന്ത്രി P രാജീവിനെ ഒരു സമരകാലത്ത് തല്ലിച്ചതച്ച് കീറിപ്പറഞ്ഞ ഷർട്ടോടെ നടത്തിക്കൊണ്ടുപോകുന്ന ചിത്രം മിക്കവാറും എല്ലാവരും കണ്ടിരിക്കും. സ്വയം നടക്കാൻ പറ്റാഞ്ഞിട്ട് പോലീസ് താങ്ങി പിടിച്ചാണ് P രാജീവിനെ കൊണ്ടുപോകുന്നത്. ഇന്നത്തെയോ ഇന്നലത്തെയോ വലതുപക്ഷ നേതാക്കൾ നെഞ്ചു വിരിച്ചു നിന്ന് അനീതിക്കെതിരെ ഒരു പോരാട്ടം നടത്തിയ ചരിത്രമുണ്ടോ? സതീശനെയോ ചെന്നിത്തലയെയോ സുധാകരനെയോ പോലീസ് തല്ലിച്ചതച്ച കഥ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് കേൾക്കാൻ വഴിയില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തമിഴ്നാട് തഞ്ചാവൂരിൽ കീഴ്വെൺമണിയിൽ നടത്തിയ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ കൊടിക്ക് കീഴിൽ 1946 മുതൽ 50 വരെ ബംഗാളിൽ നടന്ന തേഭാഗ സമരം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭമായ തെലങ്കാന സായുധ സമരം, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇലക്ഷനിൽ വിജയിച്ച സീറ്റുകളുടെ എണ്ണമല്ല അവിടെ രേഖപ്പെടുത്തുന്നത്.